നമസ്കാരം. വൈറ്റ് ഹൗസ് കറസ്പോണ്ടൻസ് ഡിന്നറിന് പുറത്ത് വെടിയുതിർത്ത അക്രമി ആക്രമണത്തിന് മുന്നോടിയായി എഴുതിയ കുറിപ്പിൽ സ്വയം വിശേഷിപ്പിച്ചത് ഫ്രണ്ട്ലി ഫെഡറൽ അസാസിൻ എന്നാണ്. വാഷിംഗ്ടണിലെ ഹോട്ടലിൽ ശനിയാഴ്ച രാത്രി ആഡംബരപൂർണ്ണമായ മാധ്യമ വിരുദ്ധം നടക്കുന്നതിനിടെ വെടിവെയ്പ്പ് നടക്കുന്നതിന് കൃത്യം 10 മിനിറ്റ് മുമ്പാണ് 31കാരനായ കോൾ അലൻ ട്രംപ് വിരുദ്ധമായ ഈ കുറിപ്പുകൾ തന്റെ കുടുംബാംഗങ്ങൾക്ക് അയച്ചു കൊടുത്തത്. ഭീതിജനകമായ ഈ കുറിപ്പുകൾ ഒരു ബന്ധു പോലീസിന് കൈമാറിയതായി അമേരിക്കൻ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് കോൾ അലന്റെ മാനിഫെസ്റ്റോയിൽ ഇപ്രകാരം പറയുന്നു: മറ്റൊരു കവിള് കൂടി കാണിച്ചു കൊടുക്കുക എന്നത് നിങ്ങൾ നേരിട്ട് അടിച്ചമർത്തപ്പെടുമ്പോൾ ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ തടങ്കൽ പാളയങ്ങളിൽ പീഡനത്തിനിരയായ വ്യക്തിയല്ല, വിചാരണ കൂടാതെ വധിക്കപ്പെട്ട മത്സ്യത്തൊഴിലാളിയുമല്ല, സ്കൂളിൽ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട കുട്ടിയോ പട്ടിണി അനുഭവിക്കുന്ന കുഞ്ഞോ അല്ലെങ്കിൽ ഈ ഭരണകൂടത്തിലെ നിരവധി കുറ്റവാളികളാൽ പീഡിപ്പിക്കപ്പെട്ട കൗമാരക്കാരിയോ അല്ല ഞാൻ. മറ്റൊരാൾ അടിച്ചമർത്തുമ്പോൾ മറ്റൊരാൾ കവിള് കാണിച്ചു കൊടുക്കുന്നത് ക്രിസ്തീയമായ പെരുമാറ്റമല്ല, അത് അടിച്ചമർത്തുന്നവൻ്റെ കുറ്റകൃത്യങ്ങളിൽ പങ്കുചേരുന്നതിന് തുല്യമാണ്. ആളപായം കുറയ്ക്കുന്നതിനായി ഞാൻ സ്ലഗുകൾക്ക് പകരം ബാക്ക് ഷോട്ടുകളാണ് അധികമായി ഉപയോഗിക്കുന്നത്. ലക്ഷ്യസ്ഥാനത്തെത്താൻ ആവശ്യമാണെങ്കിൽ അവിടെയുള്ള ആരെയും വകവരുത്താൻ ഞാൻ മടിക്കില്ല. പീഡകനും രാജ്യദ്രോഹിയുമായ ഒരാളുടെ പ്രസംഗം കേൾക്കാൻ തിരഞ്ഞെടുത്തു വന്ന എല്ലാവരും കുറ്റകൃത്യത്തിൽ പങ്കാളിയാണ്. എന്നാൽ അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഭരണകൂട ഉദ്യോഗസ്ഥരായിരുന്നു അലൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥർ മുതൽ താഴെത്തട്ടിലുള്ളവർ വരെ തൻ്റെ പട്ടികയിലുണ്ടെന്ന് ഇയാൾ വ്യക്തമാക്കിയിരുന്നു. പ്രസിഡന്റിനെ സൂചിപ്പിച്ചുകൊണ്ട് അലൻ ഇപ്രകാരം എഴുതി: കുട്ടികളെ പീഡിപ്പിക്കുന്നവനും രാജ്യദ്രോഹിയുമായ ഒരാളെ എൻ്റെ കൈകളിൽ അവൻ്റെ കുറ്റകൃത്യങ്ങളുടെ കറ പുരട്ടാൻ ഞാൻ ഇനി അനുവദിക്കില്ല. ശനിയാഴ്ച രാത്രി നടന്ന സംഘർഷഭരിതമായ സംഭവങ്ങൾക്ക് ശേഷം ഞായറാഴ്ച രാവിലെ ഡൊണാൾഡ് ട്രംപ് പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. അക്രമിയുടെ ഉള്ളിൽ വലിയ തോതിലുള്ള വിദ്വേഷം നിറഞ്ഞിരുന്നുവെന്നും ഈ ആക്രമണത്തിന് പിന്നിൽ മതപരമായ കാരണങ്ങളുണ്ടെന്നും അദ്ദേഹം ഫോക്സ് ന്യൂസിനോട് പറഞ്ഞു. കാലിഫോർണിയയിലെ ടോറൻസിൽ നിന്നുള്ള അധ്യാപകനാണ് അക്രമി കോൾ അലൻ. ഇയാൾ മാനിഫെസ്റ്റോ തയ്യാറാക്കിയ കാര്യവും ഇയാളുടെ കൈവശം തോക്കുകളുണ്ടെന്ന വിവരവും സഹോദരങ്ങൾക്ക് അറിയാമായിരുന്നു. അവർ അലനെക്കുറിച്ച് ആശങ്കാകുലരായിരുന്നുവെന്നും ട്രംപ് പറഞ്ഞു. ശനിയാഴ്ച രാത്രി വാഷിംഗ്ടൺ ഹിൽട്ടൺ ഹോട്ടലിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വെട്ടിച്ച് തോക്കുമായി അലൻ അകത്തേക്ക് ഓടിക്കയറുന്ന ദൃശ്യങ്ങൾ ഇതിനിടയിൽ പുറത്തു വന്നിട്ടുണ്ട്. കറുത്ത വസ്ത്രം ധരിച്ച് തോക്കേന്തി ഹോട്ടലിനുള്ളിലേക്ക് അലൻ കുതിച്ചു പായുന്ന വീഡിയോ ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചിരുന്നു. അലൻ ഓടിപ്പോയ ഉടൻ തന്നെ അവിടെയുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ തോക്കുകളുമായി പ്രതികരിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. പ്രതിയുടെ പക്കൽ ഷോട്ട് ഗൺ, ഹാൻഡ് ഗൺ, ഒന്നിലധികം കത്തികൾ എന്നിവയുൾപ്പെടെ നിരവധി മാരകായുധങ്ങൾ ഉണ്ടായിരുന്നതായി പോലീസ് വെളിപ്പെടുത്തി. വെടിയേറ്റ നിലയിലല്ല പ്രതിയെ പിടികൂടിയതെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. വിരുന്ന് നടന്ന ഹിൽട്ടൺ ഹോട്ടലിലെ അതിഥിയായിരുന്നു അലൻ. പ്രസിഡന്റും മന്ത്രിസഭാംഗങ്ങളും ആയിരക്കണക്കിന് മാധ്യമപ്രവർത്തകരും ഉണ്ടായിരുന്ന ബാൾറൂമിന് അടുത്തേക്ക് ഇയാൾ കുതിച്ചെത്താൻ ശ്രമിച്ചതായിട്ടാണ് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. വാഷിംഗ്ടണിൽ നടന്ന വൈറ്റ് ഹൗസ് കറസ്പോണ്ടൻസ് അസോസിയേഷൻ ഡിന്നറിനിടെ സെക്യൂരിറ്റി ചെക്ക് പോയിന്റിന് സമീപം വെടിയുതിർത്ത അക്രമിയുടെ ലക്ഷ്യം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥരുമായിരുന്നുവെന്ന് US ആക്ടിംഗ് അറ്റോർണി ജനറൽ ടോഡ് ബ്ലാഞ്ച് ഞായറാഴ്ച പറഞ്ഞു. പ്രാഥമിക കണ്ടെത്തലുകൾ പ്രകാരം US പ്രസിഡന്റിനെയും അദ്ദേഹത്തിന്റെ ഭരണകൂടവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയുമാണ് അക്രമി ലക്ഷ്യം വെച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. സംഭവത്തിന് മുൻപ് പ്രതി വിവിധ നഗരങ്ങളിലൂടെ സഞ്ചരിച്ചതിന്റെ വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ശേഖരിച്ചു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരങ്ങൾ പ്രകാരം അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്തു നിന്നും വാഷിംഗ്ടണിലെത്തിയ പ്രതി ഈ ഉന്നതതല വിരുന്ന് നടന്ന അതേ ഹോട്ടലിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. രാഷ്ട്രീയ നേതാക്കളുടെ തൊട്ടടുത്തെത്താൻ ഇയാൾ ആസൂത്രിതമായി നീങ്ങിയിരുന്നുവെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. സുരക്ഷാ വീഴ്ച എങ്ങനെ സംഭവിച്ചുവെന്ന് കണ്ടെത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥർ CCTV ദൃശ്യങ്ങളും തെളിവുകളും സാക്ഷിമൊഴികളും വിശദമായി പരിശോധിച്ചു വരികയാണ്. സംഭവത്തിന് ശേഷം പുറത്തു വന്ന വീഡിയോയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രതികരിക്കുന്നതിന് മുൻപ് തന്നെ അതീവ വേഗതയിൽ പ്രതി ചെക്ക് പോയിന്റ് കടന്നു പോകുന്നതും കാണാം. വേദിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പ്രകാരം സ്റ്റേജിലെ ടേബിളിൽ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു പ്രസിഡന്റ് ട്രംപും പ്രഥമ വനിത മെലാനിയ ട്രംപും. പെട്ടെന്ന് ബാൾറൂമിന്റെ പിൻഭാഗത്തു നിന്ന് വെടിയൊച്ചകൾ മുഴങ്ങുന്നതിനിടെ വിരുന്നിനെത്തിയവർ ഞെട്ടിധരിച്ചു. ഹാളിനുള്ളിൽ പരിഭ്രാന്തി പടർന്നതോടെ പലരും താഴെ കിടക്കൂ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. തുടർന്ന് അത്യാധുനിക ആയുധങ്ങളേന്തിയ സുരക്ഷാ സംഘം സ്റ്റേജിലേക്ക് കുതിച്ചെത്തുകയും തോക്കുകൾ ഹാളിന് അഭിമുഖമായി ചൂണ്ടി സംരക്ഷണ വലയം തീർക്കുകയും ചെയ്തു. ട്രംപ്, മെലാനിയ ട്രംപ്, വൈസ് പ്രസിഡന്റ് JD വാൻസ് എന്നിവരെ ഉടൻ തന്നെ പുറത്തെത്തിച്ചു. മറ്റു ഉദ്യോഗസ്ഥരെയും അതീവ ജാഗ്രതയോടെ ഹാളിൽ നിന്ന് മാറ്റി. ഹാളിലുണ്ടായിരുന്ന ഭൂരിഭാഗം പേരും മേശകൾക്ക് താഴെ പതുങ്ങിയിരിക്കുമ്പോഴും ഒരു കൂട്ടം ആളുകൾ USA എന്ന് മുദ്രാവാക്യം വിളിക്കുന്നുണ്ടായിരുന്നു. ഇതിനിടെ സുരക്ഷാ സേന സാഹചര്യം നിയന്ത്രണ വിധേയമാക്കി. വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ട്രംപിനെ സ്റ്റേജിന് പിന്നിലേക്ക് മാറ്റുകയും ഏകദേശം 1 മണിക്കൂറോളം അവിടെ നിർത്തുകയും ചെയ്തു. തനിക്ക് പരിപാടി ഉപേക്ഷിച്ച് പോകാൻ താല്പര്യമില്ലായിരുന്നുവെന്ന് അദ്ദേഹം പിന്നീട് പറഞ്ഞു. 2024 പെൻസിൽവാനിയയിലെ ബട്ട്ലറിൽ നടന്ന വധശ്രമത്തെ അതിജീവിച്ച ശേഷം മുഷ്ടി ചുരുട്ടി ആവേശം പ്രകടിപ്പിച്ച ട്രംപിന്റെ അതേ പോരാട്ട വീര്യമാണ് ഇവിടെയും പ്രകടമായത്.